ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയുടെ നെക്സ്റ്റ് ചാപ്റ്ററായ എക്സെപ്ഷണൽ ചിൽഡ്രൻ ആണ്. എന്താണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ? 12th മൊഡ്യൂളായ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്താണ്? പ്രത്യേകതരം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അല്ലേ? പല രീതിയിലാണ്. അവർക്ക് ചിലപ്പോൾ അംഗവൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളത്, മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ച് കൂടുതലധികം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. ഓൾറെഡി നിങ്ങൾ ഈ ഒരു മൊഡ്യൂള് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന സബ്ജക്റ്റിലെ 7th മൊഡ്യൂൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് ചുരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് നമുക്ക് നോക്കാം. അതായത് exceptional children means the children who need a special care because of their exceptional qualities. The term indicates that they are not normal, may be low normal or above normal. അതായത് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഒരു പ്രത്യേക പരിചരണം നമ്മൾ കൊടുക്കണം അല്ലേ? അവർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളായിരിക്കും ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോരുത്തരുടെയും ബിഹേവിയർ ആണ്. ചിലപ്പോൾ ചില സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരായിരിക്കും, മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവരായിരിക്കാം, ഹിയറിംഗ് ഉള്ളവരായിരിക്കാം, വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ളവരായിരിക്കാം. അങ്ങനെ പല രീതിയിലാണ് ഓരോ കുട്ടികൾക്കും ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൂടുതലായിട്ടും കെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റീസും ഉണ്ട്. അതേപോലെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദേ ആർ നോട്ട് നോർമൽ. അവർ നോർമൽ അല്ല, എന്നാൽ ചിലപ്പോൾ ലോ നോർമൽ, കുറച്ചായിരിക്കും അവർ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ എബവ് നോർമൽ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞ കുട്ടികളെ നമ്മൾ കാണുന്നത്. അടുത്തതാണ്, ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ് എന്താണെന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി ആ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ കാറ്റഗറീസ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ, ഏതൊക്കെ കാറ്റഗറീസിലാണ് ഇവരെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗിഫ്റ്റഡ് ഓർ ടാലൻറ്റഡ് ചിൽഡ്രൻ. ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് പ്രതിഭാശാലികൾ അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികൾ, ടാലൻറ്റഡ് ചിൽഡ്രൻ. നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ കഴിവുള്ള കുട്ടികളുണ്ട് അല്ലേ? അവർ ഇപ്പം 3 4 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഏജിനനുസരിച്ചുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ബുദ്ധിയല്ല, ഡെവലപ്മെൻ്റ് അല്ല കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഉണ്ട്, അബ്നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പം ഈ ഓവറായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഇതെല്ലാം അവർ കൂടുതലായിട്ട് അവർക്ക് ഇപ്പോൾ മറ്റുള്ള കുട്ടികൾ സാധാ നോർമലായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അവർ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. അതിനാണ് നമ്മൾ ഗിഫ്റ്റഡ് ഓർ ടാലൻറ്റഡ് ചിൽഡ്രൻ എന്നുള്ളതിൻ്റെ അകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ടാലൻറ്റഡ് എന്ന് പറയുമ്പം അവർ ചിലപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഓടുക, ചാടുക, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ മുൻപന്തിയിലായിരിക്കും. ഇപ്പോൾ മാത്സ് ആണ്, ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം, ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഒന്നുകൂടെ നമ്മൾ എങ്ങനെയും A+ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഹൈ മാർക്ക് വാങ്ങിപ്പിക്കാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. അതോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കും. ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിലൊരു ശരിയായ മാർഗനിർദ്ദേശം പാലിച്ച് വേണം ആ കുട്ടികളെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടാനെന്നാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റഡ് ഓർ ടാലൻറ്റഡ് ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ ആണ് മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ. വാട്ട് യു മീൻ ബൈ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ? മാനസിക വളർച്ച എത്താത്തവരുടെ കുട്ടികൾ, മാനസിക വളർച്ച വളരെയധികം ഇല്ലാത്ത കുട്ടികൾ, മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ. നിങ്ങൾ ഓൾറെഡി ഇത് എന്തിൻ്റെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ അവർക്ക് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഇവരുടെ IQ ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 70 മുതൽ 75 വരെ കാണത്തുള്ളൂ. IQ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ തോതനുസരിച്ച് അല്ലെങ്കിൽ വൈകല്യത്തിൻ്റെ തോതനുസരിച്ച് അവരെ പ്രത്യേക പരിഗണനകളൊക്കെ നൽകുകയും അല്ലേ, അവർക്ക് അതിന് വേണ്ട സ്കൂളിലൊക്കെ ചേർക്കുകയൊക്കെ വേണമെന്നാണ് ഈ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ്റെ അകത്ത് പറയുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുത്തിരിക്കണം. അവരെ മുൻനിരയിലൊക്കെ കൊണ്ടിരുത്തുക, അവർക്ക് വേണ്ട ഉപകാരങ്ങൾ നമ്മൾ അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ആ ഹെൽപ്പൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പം ആ കുട്ടികൾക്ക് മനസ്സിൽ തന്നെ എന്തുണ്ടാവും? ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അയ്യോ, എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളാണ്. ആദ്യമൊന്നും അത് മനസ്സിലാകത്തില്ലെങ്കിലും പിന്നെ എല്ലാവരെയും പോലെ അതിനും എത്താൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും അല്ലേ, എനിക്കും എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കിക്കാൻ പാടില്ല. അപ്പോൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? കെയർ ചെയ്തിരിക്കണം.
അടുത്തതാണ് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്. എന്താണ് ഹിയറിംഗ്? കേൾക്കുക അല്ലേ? എന്താണ് പറയുന്നത്? ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അല്ലെ, ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ നമുക്ക് പറയാം. നമ്മുടെ ക്ലാസ്സിൽ കേൾക്കാൻ പറ്റാത്ത ചില കുട്ടികളുണ്ട്. നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലാസ്സിലിരുന്ന് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ക്ലാസ് എടുക്കുകയാണെങ്കിൽ പുറകെ ഇരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം വ്യക്തത ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യാം? ചില കുട്ടികൾ പറയും ക്ലാസ്സിൽ, അയ്യോ മിസ്സേ ഞങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടികളെ നമ്മൾ മുൻനിരയിൽ കൊണ്ടിരുത്താം. ചിലപ്പം അവർക്ക് അവരുടെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക് വലിയ കുഴപ്പങ്ങൾ തോന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി തുടങ്ങണം, അല്ലെങ്കിൽ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കണം അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ അവർ അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലേ? ഈ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് തന്നെ നമുക്കൊരു പലതരത്തിലായിട്ടുണ്ട്. അതായത് മിൽഡ് മോഡറേറ്റും, സെക്കൻഡ് വൺ മോഡറേറ്റ് ടു സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇപ്പോൾ ഈ മിൽഡ് മോഡറേറ്റ് എന്ന് പറയുന്നത് മിതമായ നിരക്കിൽ അവർക്ക് കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് രീതിയിൽ. അതേപോലെ തന്നെ മോഡറേറ്റ് ടു സിവിയർ എന്ന് പറയുന്നത് ഇടത്തരം എന്നൊക്കെ പറയും. നമ്മൾ ഇടത്തരം മുതൽ ഒരു കാഠിന്യം വരെ അവർ ആ ഒരു മിഡിലിൽ നിൽക്കുന്നതിനെയാണ്. അവരുടെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് ഏത് രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതേപോലെ തന്നെ മറ്റേത് പ്രൊഫൗണ്ട് എന്ന് വെച്ചാൽ അഗാധമായ രീതിയിൽ ചിലപ്പോൾ ഒന്നും കേൾക്കാത്ത കുട്ടികളും ഉണ്ടായിരിക്കും. കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ അവർക്കത് സംസാരശേഷിയും നല്ല രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? കേൾക്കാൻ നല്ല രീതിയിൽ മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതാണ് ബിഹേവിയർ അല്ലേ? ചിൽഡ്രൻ വിത്ത് ബിഹേവിയർ ഡിസോർഡർ, അതായത് പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികൾ. നമ്മുടെ ക്ലാസ്സിൽ കാണാം ഭയങ്കര ആക്രമണശക്തരായ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അഗ്രസീവ് അല്ലേ, ആക്രമണശക്തരായ കുട്ടികൾ വേണം. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയും അല്ലേ, അവർ അനുസരണ നമ്മൾ പറഞ്ഞാൽ പോലും അനുസരണ പാലിക്കാതെ നമ്മളിങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് നടക്കുന്ന കുട്ടികളാണ് നമ്മൾ ഈ ബിഹേവിയർ ഡിസോർഡർ ഉള്ള കുട്ടികളെന്ന് നമ്മൾ പറയുന്നത്. ഇവരെ ഹൈപ്പർ സെൻസിറ്റീവാണ്. അവർ ഹൈപ്പറായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർ പെട്ടെന്ന് ഒരു കാര്യത്തിനെ പെട്ടെന്ന് എന്ത് ചെയ്യും? കരയും. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും. അങ്ങനത്തെ ഒരു ഡിസോർഡറാണ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പം അവർക്ക് പൊതുവേ ധൈര്യങ്ങളൊക്കെ ഭയങ്കര ധൈര്യം ഉണ്ടെന്ന് അവർ പുറമേ കാണിച്ചാലും പക്ഷെ അവർക്ക് പൊതുവേ ധൈര്യം വളരെ കുറവായിരിക്കും. അപ്പം അവർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ നല്ല രീതിയിൽ നോക്കി അവർക്കൊരു ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഈ ചിൽഡ്രൻസ് വിത്ത് ബിഹേവിയർ ഡിസോർഡറിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ് അല്ലെ. വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് എന്താണ്? ഹിയറിംഗ് വിത്ത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ്, അതായത് കാഴ്ച അല്ലേ, കാണാൻ പറ്റാത്ത കുട്ടികൾ. ചില കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിലിരുന്നാലും ബോർഡിൽ എഴുതുന്നത് വൃത്തിയായിട്ട് കാണില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, മിസ് നമ്മളോട് അവർ പറയും, മിസ് എനിക്ക് എഴുതുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ 2 ദിവസമൊക്കെ അനലൈസ് ചെയ്ത് അവരുടെ വൈകല്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മൾ പേരൻസിനോടാണെങ്കിലും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര കാഴ്ചയില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ബ്രെയിൽ ലിപിയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പം ഇവരുടെ ഇങ്ങനെ കാണാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് പ്രയാസം നേരിടും അല്ലേ. അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? കണ്ണാണ് അല്ലേ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, വിഷ്വൽ ഇമ്പയർമെൻറ്റിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതാണ് ചിൽഡ്രൻസ് വിച്ച് സ്പീച്ച് ഡിഫക്റ്റ്. എന്താണ് സ്പീച്ച് ഡിഫക്റ്റ്? സംസാര വൈകല്യമുള്ള കുട്ടികൾ അല്ലേ. സംസാര വൈകല്യമുള്ള ഇപ്പോൾ മലയാളമാകാം, ഏത് ലാംഗ്വേജ് ആകാം. അപ്പോൾ നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് ഞാൻ പറയാം, മലയാളം എന്ന് പറയുന്നത് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് നമ്മൾ ഏത് ഭാഷയും പെട്ടെന്ന് പഠിച്ചെടുത്താലും മറ്റുള്ളൊരു ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ മലയാളം പഠിച്ച് വരാൻ ഇച്ചിരി താമസം എടുക്കും. അത് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ അവർ വേഗം ക്യാച്ച് ചെയ്യും. പക്ഷെ മലയാളം എന്ന് പറയുന്നത് ഓരോ അക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ഇതൊക്കെ പറയാനായിട്ട് അല്ലേ, പറയാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികളെ കാണാം. ഇങ്ങനെ ചിലപ്പോൾ ജനിച്ച ഉടനെ അവരെന്ത് ചെയ്യില്ല, ജനിച്ച് കുറച്ച് നാൾ, ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ അവർ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തതാണ് ചിൽഡ്രൻസ് വിത്ത് ഓർത്തോപീഡിക് ഡിഫക്റ്റ്. ഓർത്തോപീഡിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ ഉണ്ടാകുന്നത്? കാലിനും കൈക്കും ഒന്നും വലിയ ബലമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ ചിലർ കാണും സ്കൂളിൽ
ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ തന്നെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ ഒടിയുന്ന പോലെ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണം. ടീച്ചർ എപ്പോഴും ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് പ്രത്യേക പരിചരണമോ അതേപോലെ തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ട് എക്സസൈസും എങ്ങനെയാണ് അവരെ ഡോക്ടറെ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ പേരൻസിന് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ ഡോക്ടറെ കൗൺസിൽ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുകയൊക്കെ വേണമെന്നാണ് ടീച്ചർ എന്ന നിലയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സെപ്ഷണൽ ചിൽഡ്രൻസിൻ്റെ കാറ്റഗറീസ് വരുന്നത്. ഗിഫ്റ്റഡ് ഓർ ടാലൻറ്റഡ് ചിൽഡ്രൻസ് ആൻഡ് മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, ചിൽഡ്രൻസ് വിത്ത് ബിഹേവിയർ ഡിസോർഡർ, ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻസ് വിത്ത് സ്പീച്ച് ഡിഫക്ട്സ് ആൻഡ് ചിൽഡ്രൻസ് വിത്ത് ഓർത്തോപീഡിക് അല്ലെ അസ്ഥിരോഗങ്ങൾ എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മുടെ ഇങ്ങനെ അസ്ഥിരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പഠനത്തെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് എക്സെപ്ഷണൽ ചിൽഡ്രൻ്റെ അകത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.